ഇന്നെൻ്റെ ശിഷ്മന്ത് ബർത്ത്ഡേയാ. അമ്മനോ ദീദി പോയി ഞാൻ കേട്ടിക്ക് ഷപ്പേഷ് തരാൻ. ഇപ്പൊ ഞാൻ ഒന്നും അറിയാത്ത പോലെ അങ്ങനെ കെന്നോങ്ങി അഭിനയിക്കും. അപ്പലല്ലേ ദീദിക്ക് എനിക്ക് ഷപ്പേഷൊക്കെ തരാൻ പറ്റുള്ളൂ. അന്നൊരു ദീദി പോയി കണ്ട് എനിക്ക് തരാൻ ഗിഫ്റ്റും പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. ഡെക്കറേറ്റ് ചെയ്യുന്ന ആൾ മടിയാണ്. ഓൾ ദീദിനെ സമ്മതിക്കില്ല. ദീദിനോട് ഓള് കേക്കൊക്കെ ഉണ്ടാക്കിച്ചോ പറഞ്ഞു കഴിഞ്ഞിട്ട് ഓളെല്ലാ സാധനവും ഡെക്കറേറ്റ് ചെയ്ത് നല്ല സൂപ്പർ ആക്കി വെച്ചോളാ പറഞ്ഞു. ഐഷു സ്കൂളിൽ എത്തിയില്ല. അതിനോട് മടിയെ സ്വന്തക്കേ ഉള്ളൂ എല്ലാ പണികളും ചെയ്യാൻ. ഓളരാകുമ്പോഴേക്കും ഞാൻ എണീക്കുകയും ചെയ്ത്. എല്ലാവരും ഉണ്ട്. ഞാൻ നോക്കുമ്പോൾ എല്ലാം ശക്തപ്പായൊക്കെ എന്താ ചെയ്യേണ്ടതെന്നാണ് ഒരു വിത്തം കിട്ടുന്നില്ല. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ അഭിനയിച്ചേണ്ടി വെച്ചോനെ. അങ്ങനെ ദശൊക്കെ എത്തി സുന്ദരിയാവാനുള്ള ക്ഷമയായി. ഇച്ചോടെ എക്സൈറ്റ്മെന്റ് ആയിട്ട് ഒരു ഒഴിവില്ല. എന്താ ചെയ്തേ നോമല്ല. ഞാൻ എന്തൊക്കെ കളിക്കുന്നുണ്ട് സന്തോഷം കൊണ്ട്. ഇതൊക്കെ എന്താ മഴ ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനം ഇവിടെ ഒക്കെ കൊണ്ടുപോയി ഈടിയിട്ടിക്കണേ. അവൾ ചെയ്ത് വെച്ചൊക്കെ കാണാതിരിക്കുക എന്തോ ഞാൻ ഇങ്ങനെ കാത്തിക്കുക. പിന്നെ ഞാൻ മമ്മനെ കാണാനായിട്ട് ഒന്ന് പോയി നോക്കി. അക്കളെന്തോട് ഒച്ചപ്പാട് ഇങ്ങനെ ഷീന്ന് കേൾക്കുന്നുണ്ട്. ഞാൻ പോയേക്കുമ്പോൾ മമ്മ എന്തോട് സാധനം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ മമ്മടിയാണ്ട് ഒളിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി മമ്മച്ചി വേണ്ടി കേക്ക് ഉണ്ടാക്കാനേ. ഇനി മടിയ ചെയ്ത ഡെക്കറേഷനൊക്കെ കാണാൻ വിചാരിച്ച് പോയോക്കാ. ഓളെല്ലാം നടിച്ചു ആക്കി വെച്ചിക്കണ്. ഓൾ കൂടെ കഷ്ടപ്പെട്ട് ചെയ്ത ആവശ്യമൊന്നും ഇല്ലാണ്ട് ഒറ്റക്ക്. അതിനോണ്ട് നല്ല ഇഷ്ടപ്പെട്ടൊക്കെ ചെയ്തിക്കണ്. പിന്നെ മടീനെ നടുവിൽ തന്നെ കുത്തിപ്പിച്ച് എനിക്ക് കുറേ ബലൂണൊക്കെ കളിച്ചാനൊന്ന് ഞാൻ വിചാരിച്ചു ഇതൊന്നും ചെക്കാനല്ല നല്ല കന ഉണ്ടാവുന്നു. പക്ഷെ ഒരു കനയില്ല. ഇത് നമ്മൾ കുഞ്ഞുമക്കൾക്കൊക്കെ ഇങ്ങനെ എത്ത് കളിച്ചാ ഇങ്ങനെ തട്ടി കളിച്ചാ. പക്ഷെ പൊറ്റോ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. പൊറ്റോ നമ്മൾ നെറ്റിപ്പോ നല്ല ഒട്ടോ സൗണ്ടൊക്കെ വരും അതിൻ്റെ ഉള്ളിൽ നിന്ന്. അങ്ങനെ നാണും മടിയൊക്കെ കുറേ ബലൂണൊക്കെ തട്ടി കളിച്ചു. ഇനി ഇതാണ് ഒരു വെറൈറ്റി ശിഷ്യൻ്റെ ബലൂൺ. എനിക്ക് ശിഷ്യ മന്തല്ലേ ഇപ്പം ഇത്. അതിനോട് ദീദി വാങ്ങിയതാണ്. ശിഷ്യൻ്റെ ഉള്ളിൽ കൂടി എന്നെ കാണുകയൊക്കെ ചെയ്യല്ലോ. കണ്ടോ ഞാൻ കുറേ നേരം കളിച്ച് കൊയിൻ്റെ കേക്ക് ഗിഫ്റ്റൊക്കെ ഏതോ പോയച്ചല്ലോ വെച്ചോനെ. അങ്ങനെ ലാസ്റ്റൊക്കെ എത്തിച്ച്. ദീദി തിന്തെന്ന ശിഷ്യ വെക്കുന്നത് ഇതൊരു മന്ദത്തിയാ. അങ്ങനെ തന്നെ ഒക്കെ ഞാൻ അങ്ങനെ വഞ്ഞു വെക്കണം ഈ രീതിക്ക്. കേക്ക് മുച്ചായിട്ടാണ് എനിക്ക് തെടുക്കാവ്. എങ്ങനെയൊക്കെയല്ലോ അപ്പം അതിൻ്റെ അടുത്തേക്കൊന്ന് എത്തുക. മടിയാണെങ്കിലും ഒന്നും എന്നെ അങ്ങോട്ട് എത്തി വെക്കുന്നില്ല. വെച്ച് നീന്താനും പറ്റുന്നില്ല സോഫയിലായിട്ട്. അതിനോട് കുറച്ചും കൂടെ നീക്കി തരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ദീദിക്ക് വലിയ മുത്തായി പോലത്തെ ഒരു ഗിഫ്റ്റ് കൊണ്ടുപോയി തന്നെ. ഇതെങ്ങനെയാ വെച്ചല്ലോ പൊളിച്ചെൻ്റെ വച്ചോനെ. ഈ മുത്തായിക്കൊക്കെ സ്വന്തമൊക്കെ തിന്നാനുള്ള മയക്കാശമൊക്കെ ഒന്നും ഞാൻ വെക്കൂല. എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാൻ പൊളിച്ചിക്കണ്. എന്തതേ എങ്ങനെയുണ്ട്. ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഉള്ളിൽ കുറേ മുത്തായി അയക്കുന്നു. പക്ഷേ ദശ ഒരു പെൺകുതിപ്പ്. ഞാൻ ടെസ്റ്റൊക്കെ ചെയ്തു നോക്കി. നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു ഗിഫ്റ്റും കൂടി കിട്ടിയിരുന്നല്ലോ. അത് വെച്ചാൽ മരിയൊക്കെ തരുമോന്ന് അറിയൂല. ഒക്കെ ഇഞ്ച മേലും തലയിലൊക്കെ ഒട്ടിച്ചോട് എല്ലാം ഓരോ ബുക്കുമ്പോൾ ഒട്ടിക്കാൻ വേണ്ടി എത്തി വെക്കുക. അത് ഞങ്ങൾക്ക് അവിടെ പക്ഷേ തന്നടിയോ. മഴയുടെ സ്കൂളിൽ 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു ദീദി ഞങ്ങൾക്ക് വേണ്ടി തന്നെ തയ്ച്ചു. ഐഷുക്കും മടിയക്കും വേണ്ടിയിട്ട്. ആ ദീദിക്ക് ഞങ്ങൾ ഇഷ്ടമല്ലോ തന്നല്ലേ. താഴ്ചിട്ടോ ദീദിയെ ഞങ്ങൾക്ക് ഇഷ്ടം എത്തിക്കുന്നേ. അങ്ങനെ ഞാൻ ദീദി തന്നെ ദശൊക്കെ മാറ്റി നല്ല സുന്ദരൻ്റെ ഒരു പിങ്കുതിപ്പാ ദീദി വാങ്ങി തന്നെ. അങ്ങനെ കാറ്റ് നമ്മൾ കേക്ക് കുച്ചേണ്ട ക്ഷമയായി. ഇപ്പോഴാണിച്ചോട് സമാധാനമായത്. ഇനി എങ്ങനെയെങ്കിലും ഒന്ന് മുടിച്ച് തിന്നാ ഇതോട് പ്രശ്നമുണ്ടല്ലോ. ഇതെന്താ കേക്ക് മുഴുവനില്ലാത്ത ഒരേ വട്ടായി ഞാൻ ഇങ്ങനെ ക്ഷമിച്ചോണ്ടിരിക്കുന്നത്. ഇനി കിട്ടില്ല കേക്ക് വേണ്ട. എന്തേതൊരു കഷ്ടമാണിത്. സമാധാനമായി അങ്ങനെ ഒന്ന് തൊടാൻ പറ്റി. ശ്രമിച്ച് ഞാൻ കൊയങ്ങി. ഇതെങ്ങനെയാച്ചല്ലോ വായിലേക്ക് വച്ചോനെ. അങ്ങനെ വിത്താൻ പറ്റില്ലല്ലോ. കുറച്ച് കഷ്ടപ്പെട്ടുന്നാണെങ്കിൽ കേക്ക് തിന്നു തന്നെ ബാക്കി കാര്യം. അങ്ങനെ ലാസ്റ്റ് എങ്ങനെ ഒന്ന് കിട്ടി. ഇത് രസാനേ തിന്നാൻ സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. മമ്മയ്ക്ക് കുരുക്കൊക്കെ ഉണ്ടാക്കുന്നതിനും കൂടി ഇത്ത കേക്കൊക്കെ ഉണ്ടാക്കി തന്നാൽ പോലും നല്ലോണം. ഇതെന്ത് ടേസ്റ്റ് ഉണ്ട് തിന്നാൻ. തിന്ന് കൊയങ്ങിനാ. എങ്ങനെയെങ്കിലും ഇനി കുറച്ചുകൂടി തിന്നണമെന്നുണ്ട്. ഇനിയിപ്പോൾ എന്താക്കെ ചെയ്യാം. കുഞ്ഞു പലതാനെ ശലമില്ല. കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് തിന്നാ. ഇനി മമ്മനെ വെച്ച് പഠിക്കാനുള്ള എന്താ വെച്ചാൽ ഒരു മതിയുടെ ഉപ്പൊന്നും ഇല്ലാത്ത എന്തോ കുടിക്ക് തരാണ്ട് ഇച്ചിട്ട് നല്ല ടേസ്റ്റുള്ള കേക്കൊക്കെ ഉണ്ടാക്കി തരാം. എനിക്ക് നല്ല ഇഷ്ടമായിരിക്കും. ഞാൻ ഫുള്ള് തിന്നോന്നുണ്ട്. ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. വേറെ ഫ്രണ്ട്സുകളോടൊക്കെ പറയാമല്ലോ നമ്മൾ തിന്ന സാധനങ്ങൾ മാത്രം നല്ല തിന്നാനല്ലേ. എന്തൊക്കെയോ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞുമക്കൊക്കെ അധികം കേക്കും കീമും ഒന്നും തിന്നാൻ പറ്റൂലോ അല്ലേ. അമ്മ ഇങ്ങനെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് തിന്നാൻ പറ്റൂല. പക്ഷെ ഞാൻ എന്താക്കാന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടൊരിച്ചാണ് നിത്താനും പറ്റുന്നില്ല. ഞാൻ കൊച്ചല്ലേ തിന്നുന്നില്ല. ഞാൻ തിന്നിണ്ടോ നോക്കാൻ മടിയനെ ഐശുവിനൊക്കെ കേൾപ്പിച്ച് പോയതാ. ഞാൻ ഓല് കാണാണ്ട് എങ്ങനെയോ കുറച്ച് തിന്നുകയാണ്. അമ്മ ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ ഷാനൊക്കെ വെക്കാൻ പോയതാ. അപ്പം ഞാൻ വിചാരിച്ചു കൊച്ചുകൂടി തിന്നട്ടെ. നിങ്ങൾക്കൊക്കെ എൻ്റെ അഫ്ബത്തിൻ്റെ ഇഷ്ടപ്പെട്ട് വിചാരിച്ചിരുന്നു. ഇഷ്ടപ്പെട്ടൊക്കെ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. അപ്പം എല്ലാവരോടും ബൈ.